ഏറ്റവും സുരക്ഷിതമെന്ന് നിങ്ങൾ കരുതിയ ഇടം ഏറ്റവും വലിയ യുദ്ധക്കളമായി മാറിയാൽ നിങ്ങൾ എന്തു ചെയ്യും? തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ആൾ തന്നെ നിങ്ങളെ തളർത്താനും തോൽപ്പിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? മഹാനായ ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു, കത്തുന്ന കാട്ടിൽ നിന്ന് ഒരു പക്ഷിക്കെങ്കിലും രക്ഷപ്പെടാം, എന്നാൽ സ്നേഹമില്ലാത്ത ശത്രുത നിറഞ്ഞ വീട്ടിൽ കഴിയുന്ന സ്ത്രീയുടെ അവസ്ഥ അതിലും ദയനീയമാണ്. പക്ഷേ അവിടെയാണ് നിങ്ങൾ ചാണക്യന്റെ തന്ത്രങ്ങൾ പഠിക്കേണ്ടത്. തോറ്റുകൊടുക്കാനല്ല, മറിച്ച് അതിജീവിക്കാനും വിജയിക്കാനും. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉള്ളിലൊതുക്കുന്ന വലിയൊരു വേദനയെക്കുറിച്ചാണ്. ഭർത്താവ് ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന സാഹചര്യം. ഇത് വെറുമൊരു കുടുംബ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ നിലനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പോരാട്ടമാണ്. അടുത്ത 10 മിനിറ്റുകളിൽ ചാണക്യനീതിയും ആധുനിക സൈക്കോളജിയും കൂട്ടിയിണക്കി ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാം എന്ന് നമ്മൾ ചർച്ച ചെയ്യും. വെറുമൊരു ഉപദേശമല്ല ഇത്, മറിച്ച് നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഒരു റോഡ് മാപ്പാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും ഭയത്തെ എങ്ങനെ ആയുധമാക്കാമെന്നും നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ എങ്ങനെ ഒരു ചക്രവർത്തിനെ പോലെ തലയുയർത്തി നിൽക്കാമെന്നും നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം കൊണ്ടുവരാൻ പോകുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഭർത്താവ് ശത്രുവാകുന്ന വീട്ടിൽ ഒരു സ്ത്രീ എങ്ങനെ മഹാതന്ത്രജ്ഞ ആകണം എന്നതിനെക്കുറിച്ച്. ശത്രുതയുടെ കാരണങ്ങൾ തിരിച്ചറിയുക. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ശത്രുവിനെ പോലെ പെരുമാറുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ പലപ്പോഴും പ്രകടമല്ലാത്ത ചില കാരണങ്ങൾ ഉണ്ടാകും. ചാണക്യൻ പറയുന്നു, കാരണമില്ലാതെ ഒരു ശത്രുവും ഉണ്ടാകുന്നില്ല. ആ കാരണം കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ തന്ത്രം. നമുക്കിതിനെ 3 പ്രധാന കാരണങ്ങളായി തരംതിരിക്കാം. 1. അരക്ഷിതാവസ്ഥയും ഈഗോയും. ഇൻസെക്യൂരിറ്റി ആൻഡ് ഈഗോ. പലപ്പോഴും ഭാര്യയുടെ വളർച്ചയോ അറിവോ അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വമോ കണ്ട് ഭയപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്. ചാണക്യനീതി പ്രകാരം ഒരു മനുഷ്യൻ തന്റെ അധികാരത്തിന് ഭീഷണി ഉണ്ടാകുമെന്ന് കരുതുമ്പോൾ അവൻ ക്രൂരനായി മാറുന്നു. തന്റെ ആധിപത്യം നഷ്ടപ്പെടുമെന്ന ഭയം വരുമ്പോൾ അയാൾ നിങ്ങളെ മാനസികമായി തളർത്താൻ ശ്രമിക്കും. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും വഴി നിങ്ങളെ തന്നേക്കാൾ താഴെയാക്കി നിർത്താനാണ് അയാൾ ശ്രമിക്കുന്നത്. ഇത് ശത്രുതയല്ല, മറിച്ച് അയാളുടെ ഉള്ളിലെ ദുർബലതയുടെ ലക്ഷണമാണ്. 2. അന്യവിശ്വാസം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സ്വാധീനം. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, ചെവി കൊടുക്കുന്നവരുടെ കൂടെയുള്ളവൻ സ്വന്തം ബുദ്ധി നശിപ്പിക്കുന്നു. ഭർത്താവിനെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന പുറത്തുനിന്നുള്ള വ്യക്തികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അത് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധമോ ആകാം. മറ്റൊരാളുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ വെറുക്കുന്ന ഒരാൾ ശരിക്കും ഒരു ശത്രുവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രശ്നം നിങ്ങളുടെ പെരുമാറ്റമല്ല, മറിച്ച് അയാൾക്ക് ലഭിക്കുന്ന തെറ്റായ അറിവുകളാണ്. 3. മാറ്റമില്ലാത്ത സ്വഭാവ വൈകല്യങ്ങൾ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ചില സാഹചര്യങ്ങളിൽ ഭർത്താവിന്റെ സ്വഭാവം തന്നെ ക്രൂരമായിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന സ്വഭാവം. ഇത്തരം ആളുകളെ ചാണക്യൻ ദുഷ്ടജന്തുക്കൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ നിങ്ങളെ ദ്രവിക്കുന്ന ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നത് പാമ്പിന് പാൽ കൊടുക്കുന്നത് പോലെയാണ് എന്ന് ചാണക്യൻ പറയുന്നു. ഇതിനെ വൈകാരികമായി കാണാതെ ഒരു തന്ത്രജ്ഞയെപ്പോലെ പ്രായോഗികമായി കാണാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാരണം ഏതാണെന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. കാരണം ശത്രുതയുടെ ഉറവിടം അറിഞ്ഞാൽ മാത്രമേ അതിനെതിരെയുള്ള ആയുധം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയൂ. കാരണം അയാളുടെ ഈഗോ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ശക്തയാകുകയാണ് വേണ്ടത്. കാരണം പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായി അയാളെ മാറ്റിയെടുക്കണം. ഇനി കാരണം അയാളുടെ സ്വഭാവമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി തന്ത്രങ്ങൾ മെനയണം. ഓർക്കുക, കാരണം എന്തുതന്നെയായാലും അതിനു പരിഹാരം കാണാൻ നിങ്ങൾ ആദ്യം മാനസികമായി ശക്തയാകണം. നിങ്ങളുടെ വേദനയെ തിരിച്ചറിവായി മാറ്റുക. ചാണക്യന്റെ ചതുരുപായങ്ങൾ കുടുംബജീവിതത്തിൽ. ദ 4 സ്ട്രാറ്റജീസ് ഓഫ് ചാണക്യ. ശത്രുവിനെ കീഴടക്കാൻ ചാണക്യൻ നിർദ്ദേശിച്ച 4 വഴികളുണ്ട്. ഇതിനെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനെ വൈകാരികമായല്ല, മറിച്ച് ബുദ്ധിപരമായ ഒരു പോരാട്ടമായി കാണുക. 1. ഒന്നാമത്തെ തന്ത്രം പെർസുവേഷൻ. ഇതിനർത്ഥം സമാധാനപരമായ ചർച്ച എന്നാണ്. ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സ്നേഹത്തോടെയും യുക്തിയോടെയും സംസാരിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു പരാതിക്കാരിയായല്ല, മറിച്ച് വ്യക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയായാണ്.
നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ശാന്തമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ആദ്യത്തെ പടി. പലപ്പോഴും ആശയവിനിമയത്തിലെ പോരായ്മകൾ കാരണമുള്ള ശത്രുത ഈ ഘട്ടത്തിൽ പരിഹരിക്കപ്പെടാം. രണ്ടാമത്തെ തന്ത്രം ദാന കമ്പൻസേഷൻ ഗിവിംഗ് അപ്പ്. ചാണക്യൻ പറയുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നാണ്. ഭർത്താവിന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വഴി വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. എന്നാൽ ഇത് നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടാകരുത്. അദ്ദേഹത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാവധാനം നേടിയെടുക്കുന്ന തന്ത്രമാണിത്. മൂന്നാമത്തെ തന്ത്രം ഭേദ ഡിവിഷൻ സ്ട്രാറ്റജിക് ഡിസ്റ്റൻസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. ഭർത്താവ് നിങ്ങളെ മാനസികമായി തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വൈകാരികമായ സപ്പോർട്ട് പിൻവലിക്കുക. അതായത് ഒരു നിശബ്ദമായ അകലം പാലിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ കരയുകയോ ബഹളം വെക്കുകയോ ചെയ്യുന്നതാണ് അയാളുടെ വിജയം. പകരം നിങ്ങൾ പൂർണ്ണമായും നിശബ്ദയാകുകയും നിങ്ങളുടെ ലോകത്ത് സന്തോഷവതിയായിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് നിങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഇത് അയാളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. നാലാമത്തെ തന്ത്രം ദണ്ഡ സ്ട്രിക്റ്റ് ആക്ഷൻ കോൺസിക്വൻസസ്. മുകളിൽ പറഞ്ഞ 3 വഴികളും പരാജയപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇത്. തെറ്റിനെ ചോദ്യം ചെയ്യുക എന്നത് നിങ്ങളുടെ അവകാശമാണ്. ഭർത്താവിന്റെ പെരുമാറ്റം അതിരുകടന്നാൽ അത് സഹിക്കില്ല എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. അത് നിയമപരമായ സഹായം തേടുന്നതാകട്ടെ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുന്നതാകട്ടെ. ശിക്ഷ ഭയക്കാത്ത ശത്രു എപ്പോഴും ക്രൂരനായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പരിധികൾ ബൗണ്ടറീസ് ലംഘിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ബോധ്യപ്പെടുത്തുക. ഓർമ്മിക്കുക, ഈ 4 തന്ത്രങ്ങളും ഒരേ സമയം പ്രയോഗിക്കേണ്ടവയല്ല. സാഹചര്യത്തിനനുസരിച്ച് ഏതാണ് വേണ്ടതെന്ന് ഒരു തന്ത്രജ്ഞയെപ്പോലെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഭർത്താവിന് മുന്നിൽ നിങ്ങൾ വെറുമൊരു ഇരയല്ല, മറിച്ച് ബുദ്ധിയുള്ള ഒരു പോരാളിയാണെന്ന് തെളിയിക്കുക. ഭാഗം 4. ആയുധമാക്കേണ്ടത് കരച്ചിലല്ല, കരുത്താണ്. ഫൈനാൻഷ്യൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത്. ചാണക്യൻ ഒരു മഹത്തായ സത്യം പറഞ്ഞിട്ടുണ്ട്. ലോകം ബഹുമാനിക്കുന്നത് പണത്തെയും അധികാരത്തെയുമാണ്, അല്ലാതെ നിങ്ങളുടെ കണ്ണുനീരിനെയല്ല. ഭർത്താവ് നിങ്ങളെ ശത്രുവിനെ പോലെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ ഏതോ രീതിയിൽ ആശ്രയിച്ചു കഴിയുന്നു എന്നാണ്. ഈ ആശ്രിതത്വം അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കില്ല. 1. സാമ്പത്തിക സുരക്ഷ ഫൈനാൻഷ്യൽ ഷീൽഡ്. ഒരു സ്ത്രീയുടെ കയ്യിൽ സ്വന്തമായി സമ്പാദ്യമുണ്ടെങ്കിൽ അവൾക്കെതിരെയുള്ള പകുതി യുദ്ധങ്ങളും അവിടെ അവസാനിക്കും. ചാണക്യൻ പറയുന്നു, ആപത്തുകാലത്തേക്ക് സമ്പാദ്യം കരുതുക. നിങ്ങൾക്ക് ഒരു ജോലിയില്ലെങ്കിൽ പോലും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തുക. നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ച് ഭർത്താവിനോട് വെളിപ്പെടുത്താതിരിക്കുക. ഇത് ചാണക്യൻ നൽകുന്ന ഒരു രഹസ്യതന്ത്രമാണ്. ഈ പണം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ഒരിടത്തും പോകാനില്ല എന്ന ബോധമാണ് പലപ്പോഴും ഭർത്താക്കന്മാരെ ക്രൂരരാക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയുമെന്ന് കാണുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാൻ തുടങ്ങും. 2. അറിവ് എന്ന ആയുധം സ്ട്രെങ്ത് ഓഫ് നോളജ്. ശാരീരിക കരുത്തിനേക്കാൾ വലുതാണ് ബുദ്ധിയുടെ കരുത്ത്. നിയമപരമായ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുക. ഗാർഹിക പീഡന നിയമങ്ങൾ, സ്ത്രീകളുടെ സ്വത്തവകാശം എന്നിവയെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ അറിവുള്ളവളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആരും ധൈര്യപ്പെടില്ല. അറിവുള്ള സ്ത്രീയെ തോൽപ്പിക്കുക എന്നത് ഏതൊരു ശത്രുവിനും അസാധ്യമായ കാര്യമാണ്. 3. വൈകാരികമായ നിസ്സംഗത ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളിൽ നിന്ന് സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുന്നത് നിർത്തുക. ചാണക്യനീതി പ്രകാരം സ്നേഹമില്ലാത്ത ബന്ധം ഉപേക്ഷിക്കപ്പെട്ട വീട് പോലെയാണ്. അവിടെ താമസിക്കാം, പക്ഷേ അതിൽ വൈകാരികമായി തളച്ചിടപ്പെടരുത്. പകരം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കുട്ടികളിലേക്കോ നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്കോ മാറ്റുക. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തളരുന്നില്ല എന്ന് കാണുന്നത് അയാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ തോൽവിയായിരിക്കും. ഓർക്കുക, ഈ കരുത്തുകൾ നിങ്ങൾ ആർജിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു ഭാര്യയല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിന്റെ ഉടമസ്ഥയായി മാറുന്നു. നിങ്ങളുടെ തലവര മാറ്റാൻ ദൈവമല്ല വരേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഈ കരുത്തുകളാണ് ഉണരേണ്ടത്. മാനിഫെസ്റ്റേഷനും വിജയത്തിലേക്കുള്ള അവസാന ചുവടും. മാനിഫെസ്റ്റിംഗ് ദ ചേഞ്ച് ആൻഡ് കൺക്ലൂഷൻ. വീഡിയോയുടെ ഈ അവസാന ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യമായ ആ ശക്തിയെക്കുറിച്ചാണ്. ചാണക്യൻ പറഞ്ഞു, നിങ്ങളുടെ ആത്മബലമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്. സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും നിങ്ങളുടെ മനസ്സ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കെൽപ്പുള്ളതാണ്. നിങ്ങളെ ശത്രുവിനെ പോലെ കാണുന്ന ഭർത്താവിനെയോ അല്ലെങ്കിൽ ആ വീടിന്റെ നെഗറ്റീവ് അന്തരീക്ഷത്തെയോ മാറ്റാൻ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ഉപയോഗിക്കാം?
1. നിങ്ങളുടെ ചിത്രം മാറ്റിവരയ്ക്കുക. ഞാനൊരു ഇരയാണ്, എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നിർത്തുക. പകരം ഞാൻ ശക്തയാണ്, ഞാൻ ബഹുമാനിക്കപ്പെടേണ്ടവളാണ് എന്നുറച്ചു വിശ്വസിക്കുക. ചാണക്യൻ തന്റെ ആത്മവിശ്വാസം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ പ്രപഞ്ചം നിങ്ങളിലേക്ക് ബഹുമാനം എത്തിക്കുകയുള്ളൂ. 2. വൈകാരികമായ വിടുതൽ. ഡിറ്റാച്ച്മെന്റ് ഫോർ മാനിഫെസ്റ്റേഷൻ. ഭർത്താവിന്റെ മോശം വാക്കുകൾ കേൾക്കുമ്പോൾ തളരാതിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക. അദ്ദേഹം നിങ്ങളെ ശത്രുവായി കാണുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഒരു പരീക്ഷയായി മാത്രം കാണുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് പോംവഴികൾ കാണിച്ചു തരും. മാനിഫെസ്റ്റേഷൻ നിയമപ്രകാരം നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഭയത്തെ മാറ്റി നിർത്തി വിജയത്തെയും സമാധാനത്തെയും ഭാവനയിൽ കാണുക. അവസാനമായി തീരുമാനമെടുക്കുക. ജീവിതം നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളാണ് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ശത്രുതയുള്ള ആ ബന്ധത്തിൽ തളർന്നു കിടക്കുക, അല്ലെങ്കിൽ ചാണക്യനെ പോലെ തന്ത്രപരമായി നിങ്ങളുടെ കരുത്ത് വീണ്ടെടുത്ത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുക. ഓർക്കുക, ചാണക്യൻ നന്ദ രാജവംശത്തെ തകർത്തത് വെറും ദേഷ്യം കൊണ്ടല്ല, മറിച്ച് വ്യക്തമായ പ്ലാനിങ്ങും ക്ഷമയും കൊണ്ടാണ്. നിങ്ങളും അതേ ക്ഷമയും ബുദ്ധിയും ഉപയോഗിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ഭർത്താവിനും ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ തകർക്കാൻ കഴിയില്ല. അവൾ അതിന് അനുവദിക്കാത്തിടത്തോളം കാലം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചാണക്യന്റെ അറിവും നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ കരുത്തും നിങ്ങളെ വഴി നടത്തട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ആത്മവിശ്വാസമെങ്കിലും നൽകിയെങ്കിൽ അത് മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ചുവടുവെപ്പും വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ചാണക്യ തന്ത്രങ്ങളിലൂടെ ജീവിതം തിരിച്ചുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ശക്തയാണ് എന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ കരുത്തുറ്റ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.